നയതന്ത്ര മര്യാദകളെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്ത ഒരാളാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പൊങ്ങച്ചം പറച്ചില് അസഹനീയമാണ്. പിന്നെ സാധാരണ രീതിയിലുള്ള മറ്റ് ഈ ഡെമോക്രാറ്റിക് പ്രസിഡന്റുമാരെ താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ച് പൊങ്ങച്ചം പറയുന്ന ജാട കാണിക്കുന്ന പ്രസിഡന്റ് ആണെങ്കിലും ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കില്ല, ഉള്ളത് വെട്ടിത്തുറന്ന് പറയും. അത് പലപ്പോഴും വിവരമില്ലായ്മയൊക്കെയാണ് കാണിക്കുന്നത് എങ്കിലും ഉള്ളത് വെട്ടിത്തുറന്നങ്ങ് പറയുമെങ്കിലും പിന്നിക്കൂടെ ഉള്ള പണി വളരെ കുറവാണ് മറ്റ് ഡെമോക്രാറ്റിക് പ്രസിഡന്റുമാരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പരിഹരിക്കാനായിട്ട് അദ്ദേഹം ഒരു ശ്രമം എടുത്തു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റ് പിന്നീട് വന്നത് ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള കാശ്മീർ വിഷയം അദ്ദേഹം പരിഹരിക്കാൻ അദ്ദേഹം തയ്യാറാണ് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ നോക്കിയിട്ട് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ചുവരിലിരുന്ന് ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സിൽ അതാണ്. അദ്ദേഹത്തിന് സമാധാനകാംക്ഷിയായ പ്രസിഡന്റായ നിലയ്ക്ക് പണ്ട് നമ്മുടെ ഒബാമയ്ക്ക് കിട്ടിയതുപോലെ ഒരു നോബൽ സമ്മാനം കിട്ടിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമൊക്കെ നമ്മുടെ ട്രംപിനുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസിഡന്റ് പദവിക്കൊപ്പം അതും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. കിട്ടിയാൽ കിട്ടിക്കോട്ടെ, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിച്ച് വെള്ളരിപ്രാവായിട്ട് മാറാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഇവിടെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികരണം, ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് വലിയ താല്പര്യമുള്ള ഒന്നല്ല. ഈ എപ്പോഴും ഇന്ത്യയുടെ ഒരു നിലപാട് ഇന്ത്യ പാകിസ്ഥാൻ വിഷയം എന്ന് പറയുന്നത് മൂന്നാമത് ഒരു രാജ്യം ഇടപെടാൻ പാടില്ല എന്നൊരു നിലപാടാണ് ഇന്ത്യക്കുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കനത്ത തിരിച്ചടി കൂടി ഉണ്ടായ പാകിസ്ഥാൻ അമേരിക്കയുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തിയിരിക്കുകയാണ്. ഇപ്പോ പാകിസ്ഥാൻ മാധ്യമങ്ങളെല്ലാം തന്നെ ട്രംപിന്റെ ഈ ഒരു പ്രതികരണത്തെ സ്വാഗതം ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ട്രംപ് മഹാനാണെന്ന് പറഞ്ഞ് പാടിപ്പൊഴുത്തുകയാണ്. കാരണം ഇന്ത്യയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചതിൽ ട്രംപ് ഒരു പങ്ക് വഹിച്ചു എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെ പറയുന്നത്. അതിപ്പോ എന്തു തന്നെയാണെങ്കിലും ട്രംപ് പറയുന്ന വേറൊരു കാര്യം 1000 വർഷത്തോളം പഴക്കമുള്ള ഒരു തർക്കമാണ് കാശ്മീർ പ്രശ്നമെന്നൊക്കെയാണ്. അങ്ങനെ 1000 വർഷത്തെ തർക്കമൊന്നും കശ്മീർ പ്രശ്നത്തിനില്ല. 1947 പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം രൂപം കൊള്ളുന്നത്. ഇന്ത്യ പണ്ടും ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ രാജാക്കന്മാർ ഭരിച്ച കാലഘട്ടങ്ങളിൽ പല പല പേരുകളിൽ അറിയപ്പെട്ടിട്ടുണ്ട്. ഭാരതമെന്നും ജംബു ദ്വീപെന്നും ഇന്ത്യ അറിയപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇന്ത്യ എന്ന് കൂടുതലായിട്ട് അറിയപ്പെടാൻ തുടങ്ങിയത്. ഹിന്ദുസ്ഥാൻ എന്ന പേരുണ്ട്. മൗര്യന്മാരും ചോളന്മാരും അല്ലെങ്കിൽ ഗുപ്തന്മാരും അങ്ങനെ ഒരുപാട് സാമ്രാജ്യങ്ങൾ ഭരിച്ചിട്ടുണ്ട്. പിന്നീട് മുഗളന്മാർ ഭരിച്ചപ്പോൾ അവരുടെ പേരിൽ അറിയപ്പെട്ടു. എന്തായാലും കാശ്മീർ പ്രശ്നം ഇന്നീ കാണുന്ന രൂപത്തിൽ ഉണ്ടാവുന്നത് 1947 വിഭജനത്തെ തുടർന്നാണ്. അതിന് 1000 വർഷത്തെ പഴക്കമൊന്നുമില്ല. ഇന്ത്യൻ യൂണിയനിൽ ലയിച്ച ഒരു രാജ്യത്തെ അനധികൃതമായി കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത് പാകിസ്ഥാനാണ്. ട്രംപ് ഈ വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ തന്നെ ഇന്ത്യക്ക് പ്രത്യേകിച്ച് ഇതിൽ വേറൊന്നും ട്രംപിനോട് പറയാനുണ്ടാവില്ല. ട്രംപ് പാകിസ്ഥാനെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ പാകിസ്ഥാനികൾ ട്രംപിനെ ഒരു പിതാവിനെ പോലെ കണ്ട് സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പാകിസ്ഥാനികൾക്ക് പാലസ്തീനിലെ മനുഷ്യരെ കുറിച്ചൊരു ചിന്തയുമില്ല. പാലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ കുറിച്ചൊരു ചിന്തയുമില്ല. ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്ന, പണം കൊടുക്കുന്ന അമേരിക്കയോടും ട്രംപിനോടും അവർക്ക് യാതൊരു കുഴപ്പമില്ല. ട്രംപാണ് പറഞ്ഞത് ഇസ്രായേൽ വളരെ ചെറുതാണ്, അതിനെ വലുതാക്കണമെന്ന്. ഗാസ പിടിച്ചെടുക്കണമെന്നും അത് ഇസ്രായേലിന്റെ ഭാഗമാക്കണമെന്നും ആദ്യം പറഞ്ഞത് ട്രംപാണ്. എന്നിട്ടാണ് നെതന്യാഹു പോലും പറയുന്നത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ ട്രംപ് ഇപ്പൊ പാകിസ്ഥാനികൾക്ക് ദൈവത്തിനെ പോലെയാണ് എന്ന് അവർ തന്നെയാണ് പറയുന്നത്. ഡോൺ പത്രമൊന്നും എടുത്ത് നോക്കാൻ പറ്റില്ല, വാഴ്ത്തു പാട്ടുകളാണ്. അപ്പോൾ ട്രംപ് ഈ കാശ്മീർ വിഷയത്തിൽ ഇടപെടാം എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ പാകിസ്ഥാനികൾക്കൊരു സന്തോഷമുണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഇന്ത്യയുടെ എക്കാലത്തെ നിലപാട് മൂന്നാമതൊരു രാജ്യം ഇടപെടാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി അഥവാ ട്രംപിന് ഇടപെട്ടേ പറ്റുമെങ്കിൽ ട്രംപിന് ആകെ ചെയ്യാൻ പറ്റുന്നത് നേരെ പാകിസ്ഥാന്റെ അടുത്ത് പോയിട്ട് പറയുക, മക്കളെ ആ പാക് അധീന കാശ്മീർ അങ്ങ് വിട്ടുകൊടുത്തേക്ക്, അതോടെ കാശ്മീർ പ്രശ്നം നമുക്ക് പരിഹരിക്കാം എന്നത് മാത്രമാണ് ട്രംപിന്റെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ട്രംപ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ഞാൻ 2 രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരമൊക്കെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കാം എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട്. അപ്പൊ ട്രംപ് ചിലപ്പോ ആഗ്രഹിക്കുന്നത് ഈ കാശ്മീർ പ്രശ്നം കൂടി പരിഹരിക്കുകയാണെങ്കിൽ നോബൽ സമ്മാനത്തിലേക്കുള്ള ട്രംപിന്റെ ആ ഒരു ദൂരം കുറയും. കാരണം ഇത്രയും കാലം ആർക്കും പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണല്ലോ. അതിന് ട്രംപ് ഒരു ഹൈപ്പൊക്കെ കൊടുത്ത് 1000 വർഷം എന്നൊക്കെ വെച്ച് കാച്ചുന്നുമുണ്ട്. അപ്പൊ എന്താണെങ്കിലും ശരി, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിനൊറ്റ പരിഹാരമേ ഉള്ളൂ. പാക് അധീന കാശ്മീർ അനധികൃതമായിട്ട് പാകിസ്ഥാൻ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന പ്രദേശം ഇന്ത്യക്ക് മടക്കി നൽകുക. അതല്ലാതെ മറ്റൊരു ഓപ്ഷനും പാകിസ്ഥാന്റെ മുമ്പിൽ ഇല്ല. അത് ട്രംപ് എന്നല്ല, ഇനി ഏത് കൊടികെട്ടിയ ആള് വന്ന് മധ്യസ്ഥത വഹിക്കാൻ നിന്നാലും ഇതിനപ്പുറം ഒരു സൊല്യൂഷൻ ഈ കാര്യത്തിൽ ഇല്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.